ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ നോത്തുപള്ളി ബഷീർ. വോട്ട് വണ്ടിയാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ എത്തിയിട്ടുള്ളതെന്ന് കാളികാവ് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്വാഗതം ശങ്കരേട്ടാ. കാളികാവ് ടൗൺ കേന്ദ്രീകരിച്ച് വരുന്നൊരു വാർഡാണല്ലേ? അതെ. ചെറുപ്പം തൊട്ടേ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. അതെ, ഞങ്ങള് ചെറുപ്പം തൊട്ടേ നേരത്തെ എന്നുവെച്ചാല് എനിക്ക് ഓർമ്മ വെക്കുന്നതിന് കോൺഗ്രസ്, പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ട്, കെ സി ഉണ്ടായിരുന്നു, മമ്പാട് കോളേജ് മമ്പാട് കോളേജ് ഉണ്ട്. അതിനുശേഷം പാലക്കാട് ITI പഠിച്ചു. അവിടെ നിന്നാണ് കൂടുതൽ രാഷ്ട്രീയപരമായി കൂടുതൽ വെച്ചാൽ മമ്പാട് കോളേജത്തേക്കാളും അവിടെ മലമ്പുഴ ITI വെച്ചാണ് പിന്നീട് ഞങ്ങൾ കൂടുതൽ രാഷ്ട്രീയ KSUവിൻ്റെ പ്രവർത്തനത്തിൽ ഇലക്ഷനിൽ ഞാൻ അന്ന് യൂണിറ്റ് കൺവീനർ ആയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. മത്സര രംഗത്ത് ഉണ്ടായിരുന്നില്ല, യൂണിറ്റ് കൺവീനർ ആയിരുന്നു. നിങ്ങളെ പോസ്റ്റർ വന്നപ്പോൾ കണ്ടു, നിസ്വാർത്ഥ സേവകനും പതിറ്റാണ്ടുകളുടെ സംഘടനാ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലക്ക് പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്. അത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം എങ്ങനെ കാണുന്നു? ഈ സ്ഥാനം കിട്ടാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, പാർട്ടി പിന്നെ നമ്മൾ പാർട്ടിൻ്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ, പിന്നെ സമയമായപ്പോൾ നമുക്ക് അത് എത്തിപ്പെട്ടു എന്ന് മാത്രമേ അതിൽ പറയാം. അർഹത തേടിയെത്തി അങ്ങനെ വിശ്വസിക്കുന്നു. കാളികാവ് ടൗൺ കേന്ദ്രീകരിച്ച് വരുന്നൊരു വാർഡിലാണ് നിങ്ങൾ ജനവിധി തേടുന്നത്. അപ്പോൾ കാളികാവ് കേന്ദ്രീകരിച്ച് ടൗൺ പരമായിട്ട് എന്തെങ്കിലും ഒരു വികസന കാഴ്ചപ്പാട് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ കൺസെപ്റ്റിലുണ്ടോ? ടൗണിൽ നിലവിൽ എന്താണോ ഇതിന് മുമ്പുള്ള സ്ഥാനാർത്ഥി നമുക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്നത് അവർ ബാക്കി വെച്ചതും തുടർന്ന് ചെയ്യാൻ പറ്റുന്ന ടൗണിൽ, പിന്നെ ടൗണിൻ്റെ നമുക്കറിയാം, പിന്നെ സ്റ്റാൻഡ് നിലവിലുള്ള അവസ്ഥ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും നമ്മളെ വാർഡിലുള്ള ആളുകളും അതുപോലെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളെ ഒരു ഇതുണ്ട്. അതിലൊക്കെ നമ്മുടെ ചെത്തേക്കടവ് ഗ്രൗണ്ട് വരുന്നത് നിങ്ങളുടെ ടൗൺ വാർഡാണോ? അല്ല എന്നാണ് അല്ല, അതിലല്ല, അത് ഈ 7-ാം വാർഡിൽ അല്ല. കാളികാവിന്റെ വികസന പ്രവർത്തനമായിട്ട് മറ്റു പഞ്ചായത്തുകൾ എടുത്ത് നോക്കുമ്പോൾ ടൂറിസപരമായിട്ട് കാളികാവിലൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ കാഴ്ചപ്പാടിലുണ്ടോ? നമുക്കതൊക്കെ കൊണ്ടുവരണം. കാരണം കാളികാവിൽ പിന്നെ കാളികാവ് ചെത്തിക്കടവ് പാലം അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ ഇക്കോ ടൂറിസത്തിന് സാധ്യതയുള്ള മേഖലയാണെന്ന് ഇതിനു മുമ്പും പിന്നെ നമ്മളെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വിപുലപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ശ്രമിക്കാം. താങ്ക് യു. വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.